നമസ്കാരം. ഇതാണ് പെരിന്തൽമണ്ണ സെന്റ് അൽഫോൻസ ഫൊറോന പള്ളിയുടെ കാർഷിക ക്ലബ്ബ്. ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അരുണി ഈ കവറിനകത്തിട്ട് അതിനകത്തിട്ടോ 2 കിലോ അല്ലേ ഒരെണ്ണം കൂടെ എടുത്തു. ഇതൊന്ന് 800 പിന്നെ ഇതും ഇത് മതിയോ? 70 60 130. കാർഷിക ക്ലബ്ബ് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപ് താമരശ്ശേരി രൂപതാധ്യക്ഷൻ ഇഞ്ചനാനിൽ പിതാവിൻ്റെ ആശയത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനം അന്നത്തെ ഇടവക വികാരിയായിരുന്ന ജെയിംസ് വാമറ്റത്തിലച്ഛൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടി അന്നു മുതൽ ആരംഭിച്ച് ഇന്നും സജീവമായി തുടരുന്ന ഞങ്ങളുടെ എല്ലാം അഭിമാനമായ ഒരു പ്രസ്ഥാനമാണ് പെരിന്തൽമണ്ണ അൽഫോൻസ ഫൊറോന ദേവാലയത്തിലെ കാർഷിക ക്ലബ്ബ്. പെരിന്തൽമണ്ണ അൽഫോൻസ ദേവാലയത്തിലെ 2016 ജനുവരി മാസം 1-ാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അത് അന്നത്തെ വികാരിയായിരിക്കുന്ന ഫാദർ ജെയിംസ് വാമറ്റത്തിലച്ഛൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ CMI ഒരു ജോർജ് പൂത്തുങ്കൽ അദ്ദേഹമാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. നാളിതുവരെ പൂർവാദ്യം ഭംഗിയായിട്ടാണ് ഇത് നടന്നു വരുന്നത്. അത് നമ്മളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും കൈക്കാരന്മാരുടെയും പിന്നെ ഇടവക്കാരുടെ എല്ലാവരുടെയും നല്ല സഹകരണത്തോടു കൂടി ഇത് നന്നായിട്ട് പോകുന്നു. നമ്മൾ ഈ പ്രസ്ഥാനം താമരശ്ശേരി രൂപത മൊത്തം നടത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ബിഷപ്പ് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റായിരുന്നു ഇത്. പല ഇടവുകളും തുടങ്ങി, പക്ഷേ പലയിടത്തും നിന്നുപോയി. പക്ഷേ നമ്മളിപ്പോഴും 11 വർഷത്തിലേക്ക് നമ്മളിത് കയറിയിരിക്കുകയാണ് ഇപ്പോൾ തുടങ്ങിയിട്ട്. നമ്മൾ കർഷകർക്ക് മാന്യമായ വില, മാർക്കറ്റ് വില കിട്ടുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്. ബിഷപ്പിൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ മാർക്കറ്റ് വില കർഷകർക്ക് കിട്ടുക, ഉൽപ്പാദകർക്ക് കിട്ടുക. അവർ നടുവും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇടനിലക്കാരുടെ ഭീമമായ ലാഭം കൊണ്ട് അവർ കൊണ്ടുപോവാണ്. അപ്പോൾ അതില്ലാതെ കർഷകർക്ക് തന്നെ അതിൻ്റെ ന്യായമായ വില കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ ഇവിടെ പറയാൻ നമ്മൾ പെരിന്തൽമണ്ണ ഇടവകയെ സംബന്ധിച്ച് നമ്മുടെ കുടിയേറ്റ മേഖലയോ വലിയൊരു കാർഷിക മേഖലയായ ഒരു ഇടവകയല്ല. പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം ആൾക്കാർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു വ്യഗ്രത, ഒരു ആഗ്രഹം ഉണ്ടാകുകയും അങ്ങനെ ഒരുപാട് ആൾക്കാരെ കുറഞ്ഞ സ്ഥലങ്ങളാണ് എല്ലാവർക്കും എങ്കിലും പറ്റുന്നിടത്ത് കപ്പയും വാഴയും ചേനയും ചേമ്പും എന്ന് വേണ്ട കാർഷിക കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുവിധം എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഇവിടെ 12 മാസം എന്ന് പറഞ്ഞ പോലെ നമുക്കിവിടെ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സഹോദര ഇടവക നമ്മളിപ്പോൾ മാലാപറമ്പ്, ചേരട്ടാമല, താഴക്കോട്, ബലമ്പൂര് തുടങ്ങിയ ഇടവകളിലെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങളോട് ചോദിക്കും. ഞങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല, നമുക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവരും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അവർ കൊണ്ടുവരുന്ന വാട്ടുകപ്പ, പച്ചക്കപ്പ, മുരിങ്ങയില, പിന്നെ സീസൺ അനുസരിച്ചുള്ള നമ്മുടെ കടച്ചക്ക, ഇതൊക്കെ സീസൺ അനുസരിച്ച് ഉണ്ടാകുന്ന സാധനം. കടച്ചക്ക, മുരിങ്ങയ്ക്ക, ഇതൊക്കെ സീസണായിട്ട് മാത്രം ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളല്ല എങ്കിൽ തന്നെയും അങ്ങനെ ഉൽപ്പന്നങ്ങൾ അവരൊക്കെ കൊണ്ടുവരുമ്പോൾ അത് നമ്മളിവിടെ വിപണനം ചെയ്യാറുണ്ട്. ഒക്കെ നല്ല വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്നാൽ തന്നെ കടച്ചക്കയൊക്കെ എത്ര കൊണ്ടുവന്നാൽ തികയത്തില്ല, അതുപോലെ വിറ്റഴിഞ്ഞ് പോകുന്ന ഒരു ഉൽപ്പന്നമാണ് കടച്ചക്കയൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വാഴച്ചുണ്ടൊക്കെ ഈ വാഴച്ചുണ്ട് വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. നമ്മളിവിടെ ഇടവക അംഗമായ വർഗീസ് മംഗലം, പുള്ളിക്ക് വയനാട്ടിൽ കൃഷിഭൂമിയുണ്ട്. അവിടെ പുള്ളി ഏത്തവാഴ കൃഷിയും വല്ല നാടൻ വാഴ കൃഷി ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കൊണ്ടുവന്നതാണ് ഈ വാഴച്ചുണ്ടൊക്കെ. ഇതൊക്കെ യാതൊരു കൃത്രിമമില്ലാത്ത രാസവങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് മേടിച്ചുകൊണ്ട് പോയി ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് ഈ വാഴച്ചുണ്ടൊക്കെ. നിസ്സാര വിലക്കാണ് 25 രൂപയ്ക്ക് എണ്ണത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സപ്ലയറാണ്. വയനാട്ടിൽ കൃഷി ചെയ്ത് വയനാട്ടിലും ഇവിടെയും കൃഷി ചെയ്ത് നമ്മുടെ ഈ പള്ളി കാർഷിക ക്ലബ്ബ് വഴി വിറ്റഴിക്കുന്നു. അത് പ്രധാനമായിട്ട് കാപ്പിപ്പൊടി, കൊടംപുളി,
ഏത്തക്കായ, വാഴച്ചുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതെ. ആ, നല്ല സംരംഭം തന്നെയാണ്. ഇതെന്നും മുന്നോട്ട് പോകട്ടെ. ചേച്ചിയുടെ അഭിപ്രായം? പലതരത്തിലുള്ള സാധനങ്ങളല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ പലർക്കും പലത് ആവശ്യമുണ്ട്, അതെല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ. എല്ലാം നല്ലതാണ്. കപ്പയൊക്കെ കിട്ടും, നല്ല സൗകര്യമാണ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാൻ. എല്ലാം നല്ലതാണ്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഈ കാണുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, ഉണ്ണിയപ്പം, കേക്ക്, പിന്നെ അരിയുണ്ട, അതായത് ഇതെല്ലാം നമ്മുടെ ഇടവകയിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. അതെ അതെ, നമ്മുടെ ഇടവകയിലെ ആൾക്കാർ 2-3 കുടുംബങ്ങളുടെ ഒരു ഇതാണിത്, ഉപജീവന മാർഗമാണ് ഇതെല്ലാം. പിന്നെ മറ്റ് നമ്മുടെ സഹോദര ഇടവകയിൽ നിന്നും വരുന്നുണ്ട്. അത് കുറച്ച് താഴെക്കോടുന്ന ഒരു ഇടവകയിൽ നിന്ന് കുറച്ച് പേര് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുഴലപ്പം, അതൊക്കെ കുഴലപ്പം പിന്നെ ചക്ക വറുത്തതൊക്കെ താഴെക്കോട് അവിടുന്ന് അവർ കൊണ്ടുവരുന്നതാണ്. പിന്നെ ഉണ്ണിയപ്പം, പിന്നെ അവലോസുണ്ട, കേക്ക്, പിന്നെ ചിപ്സ്, പിന്നെ ഇതൊക്കെ കൂണ് വരുന്നുണ്ട്. കൂണ് പിന്നെ നമ്മുടെ ഈ സാധനമൊക്കെ തന്നെ നമ്മൾ വിറ്റ് തീരുന്നില്ലേ ഓരോ ഞായറാഴ്ച? എല്ലാം വിറ്റ് തീർന്നിട്ടേ ഞങ്ങൾ പോവുള്ളൂ. അത് ഉച്ചക്കത്തെ കുർബാനയുടെ ഈ രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് പിന്നെ വേദവാടം വിടുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഞങ്ങൾ തീർത്തിട്ടാണ് ഞങ്ങൾ പോവാറ്. ഈ നാടൻ കോഴിമുട്ടയല്ലേ ഇത്? നാടൻ കോഴിമുട്ട ഏതാണ്ട് എത്ര പീസ്, എത്ര എണ്ണം വരെ ഒരു ദിവസം നമ്മളൊരു ഞായറാഴ്ച ഇവിടെ വരുന്നുണ്ട്? ഞായറാഴ്ച 250 എണ്ണം വരെ ഞങ്ങൾ വിറ്റ് തീർക്കുന്നുണ്ട്. 250 എണ്ണം. ഇന്ന് നമ്മുടെ പാലപ്പത്തിന്റെ മിക്സ് വന്നു. ഇന്ന് പാലപ്പം മിക്സ് വന്നില്ല. സാധാരണ പരിഹാരത്തിൽ നിന്ന് പാലപ്പം മിക്സ് കൊണ്ടിരുന്നതാണ്. അതൊരു 8-10 എണ്ണം വരെ ഒരു ദിവസം ഒരു ഞായറാഴ്ച വിൽക്കാറുണ്ട്. നല്ല അത് പാലപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 പാലപ്പം വരെ ഉണ്ടാക്കാം ഒരു ലിറ്ററിൽ. അല്ല, അത് ഞാനും കൊണ്ടുപോയിട്ടുണ്ട്. നല്ല സാധനം തന്നെയാണ്. പിന്നെ ഈ കൈപ്പയ്ക്ക കണ്ടോ, കൈപ്പയ്ക്ക വറുത്തത്, നല്ല പച്ച കളറിൽ കൈപ്പയ്ക്ക വറുത്തത് കണ്ടോ, അതൊക്കെ എന്ത് നല്ല രസമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെട്ട അവലോസ് പൊടി, അച്ചപ്പം, പിന്നെ ഇതുണ്ടോ കൊണ്ടാട്ടം മുളക്, സമ്മന്തിപ്പൊടി. ഇതിന് വാങ്ങുന്ന വില എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഒരാൾ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ എന്ത് വിലയ്ക്കാണ് നമുക്ക് തരുന്നത്? നമുക്ക് അപ്പോൾ അതിൽ അവർ വില ഇട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ വിൽക്കുമ്പം അതിൻ്റെ ഒരു 10% മാത്രമേ നമ്മൾ കമ്മീഷനായിട്ട് എടുക്കുന്നുള്ളൂ. ആ 10% കമ്മീഷൻ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളിങ്ങനെ പിന്നെ അതിൻ്റെ ഭാഗം വരുന്ന നമ്മൾ പള്ളിക്ക് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഞങ്ങൾ ചാരിറ്റി ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പലർക്കും, ഇങ്ങനെ പാവങ്ങൾക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഇത് 10% കൂട്ടിയിട്ടാണ് കസ്റ്റമർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗുണം എന്ന് മനസ്സിലാവുന്നത്, ഇവിടെ വന്നാൽ സാധനം തന്നാൽ വൈകുന്നേരം തന്നെ അവർക്ക് പൈസ കിട്ടും. അതിനകത്ത് വേറെ ഒന്നും പോകുന്നില്ല. അവരിപ്പോൾ എന്ത് സാധനം കൊടുത്താലും ഇപ്പോൾ അവർക്ക് ആകെ 10% മാത്രമേ അതിൽ നഷ്ടം വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് അതായത് മാർക്കറ്റ് വിലയിൽ നമ്മളിവിടെ വാങ്ങും, വൈകുന്നേരം കാശ് കൊടുക്കും. ഉപഭോക്താവിനും രാവിലെ തന്നെ റെഡി ആയിട്ട് ചെറിയ വ്യത്യാസത്തിൽ സാധനം കിട്ടും. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഒന്ന് വാങ്ങിച്ചു. ഈ വിപണിയിലുള്ള സാധനം പുറത്തും കിട്ടൂലേ? പുറത്തും കിട്ടും. എന്നാലും നമ്മുടെ ഇവിടുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മുടെ ഒരു വിൽപ്പനയ്ക്കായിട്ട് വിപണി പോലെ വെക്കുന്നു. അപ്പോൾ നമ്മൾ വിലയൊന്നും നോക്കാതെ തന്നെ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്തോഷം വേറെയാണ്. താങ്ക് യു. ഞാൻ സ്ഥിരം മേടിക്കുന്നതാണ്. നല്ല അടിപൊളി സാധനമാണ്. അതെ, കേക്കും അതെ നല്ലതാണ്. ഇവിടെ സ്ഥിരം വീട്ടിൽ പപ്പയും അമ്മയൊക്കെ എല്ലാവരും മേടിക്കുന്നതാണ്. തിരക്കിലാണല്ലോ, പഴമൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. വാങ്ങിയോ? തേങ്ങ വാങ്ങി. അതെ, ഇങ്ങനെ കൂടിന് 70 രൂപ. ഒരു കൂടെടുത്തു 70 രൂപ. ഓവയ്ക്കും കൂണും കോഴിമുട്ടയും നോമ്പ് കാലത്തെ പുതിയ കോമ്പിനേഷൻ പോലത്തെ സാധനമാണിത്. നല്ല ശുദ്ധമായ നെയ്യുണ്ട് കേട്ടോ, നല്ല ശുദ്ധമായ നെയ്യ്. ഇത് പിന്നെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ്. അവർ യാതൊരു മായവും ചേർക്കാതെ പാലിൽ നിന്ന് എടുത്ത് കൊണ്ടിരുന്ന ശുദ്ധമായ നെയ്യ്. പിള്ളേർക്ക് അങ്ങനെയല്ല, അതല്ല അതായത് നല്ല ശുദ്ധമായ പാലിൽ നിന്ന് എടുക്കുന്ന, സ്വന്തം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ നിന്നും അവർ സ്വന്തം കടഞ്ഞെടുക്കുന്ന നെയ്യാണെന്നാണ് പറഞ്ഞു വന്നത്. ചേട്ടാ, നമ്മുടെ ഇതിന്റെ ലക്ഷ്യം എന്താണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇവിടെ കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് വില കിട്ടുകയില്ല. ആ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല വില നമ്മൾ കൊടുക്കുന്നു. മാത്രമല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷിക്കാർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 3-4 വീട്ടുകാർ അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് അവരിവിടെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു പ്രോത്സാഹനമാണ്, അവർക്കൊരു ജീവിത മാർഗവും കൂടിയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. രാവിലെ വാഴക്കൊലയൊക്കെ ചെത്തി കൊടുക്കുന്നുണ്ടല്ലോ. സംഭവഷാറാണ്. ഈ പച്ചക്കായാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പച്ചക്കായല്ല, ഇത് പുകയിട്ട് വെച്ചേക്കണ. ഇന്ന് കൊണ്ടുപോയാൽ നാളെ പഴുക്കും. പിന്നെ സെറ്റ്. നമ്മുടെ ആളുകൾക്ക് മായമില്ലാത്ത മന്ത്രമില്ലാത്ത നല്ല സാധനങ്ങൾ കിട്ടാനുള്ള സുവർണ അവസരമല്ലേ ഇത്? പിന്നെന്ത് വേണം? കഞ്ഞിക്ക് നോമ്പ് കാലത്തെ കഞ്ഞിയും അച്ചാറും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നല്ലതാണ്. എന്തൊക്കെ ഇപ്പോൾ ഇവിടുന്ന് മേടിച്ചത്? ഇപ്പോൾ ഇവിടുന്ന്
വാങ്ങിച്ചത് മുളക് പൊടി വാങ്ങിച്ചു, പിന്നെ കപ്പ വാങ്ങിച്ചു, പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കണം. കപ്പ നമ്മുടെ ആളുകൾ തന്നെ ഉണ്ടാക്കുന്നു. അത് വളരെ ജൈവികമായ രീതിയിൽ, അതായത് കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കിയ കപ്പയല്ല, അവനവന് വീട്ടിൽ കഴിക്കാനുള്ള ഉണ്ടാക്കുന്ന കപ്പയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടോ ഇന്ന് വരെ നമുക്ക് അതിനകത്തൊരു പ്രശ്നം. മറ്റേതെന്ന് പറഞ്ഞപ്പോൾ കപ്പ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടുന്ന് കപ്പ വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളുണ്ട്. കപ്പയല്ല ഒരു സാധനങ്ങൾ വാങ്ങിച്ചിട്ടും എല്ലാം ജൈവികമായ രീതിയിൽ അവനവൻ്റെ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി വരുന്നതാണ് ഇവിടെ. അല്ലാതെ കർഷകർ ഒരു എന്താ പറയുക ട്രേഡ് ചെയ്യാൻ വേണ്ടിയല്ല, കച്ചവടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലല്ലോ. പഴം മേടിച്ചു, ഉണ്ണിയപ്പം മേടിച്ചു. ഇത്ര കുർബാനയ്ക്ക് വന്നപ്പോൾ തന്നെ മേടിക്കാത്ത കാര്യം പോകുമ്പോൾ കിട്ടൂലെന്ന് തീർന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മേടിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. ആരംഭിച്ചപ്പോൾ മുതൽ ഇപ്പോഴും ഭംഗിയായിട്ട് പോകുന്നത് താമരശ്ശേരി രൂപതയിൽ ഇത് മാത്രമേ ഉള്ളൂ. നമ്മളിത് ഒരു ഞായറാഴ്ച പോലും ഞങ്ങളോട് മുടക്കമില്ലാതെ നമ്മളിത് നടത്തിക്കൊണ്ട്, പിന്നെ ഇവർ ഞായറാഴ്ചയൊക്കെ ക്രിസ്മസോ ഈസ്റ്ററോ അങ്ങനെയൊക്കെ കയറി വന്നെങ്കിൽ മാത്രമേ ആ ദിവസങ്ങൾ നമ്മൾ ഇത് തുറക്കാതിരിക്കും. അല്ല, നിങ്ങളുടെ ആ കഷ്ടപ്പാട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ പെരുന്നാളാവട്ടെ, ഇവിടുത്തെ എന്ത് ആഘോഷമാവട്ടെ, ഇടവകയിൽ എന്ത് തിരക്കുള്ള ദിവസമാണെങ്കിലും നിങ്ങൾ 3 പേര് ഇതിന്റെ പിന്നിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഇച്ഛാശക്തിയാണ് ഇതിന്റെ ഏറ്റവും വിജയം. എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നുണ്ട് നമ്മുടെ കാർഷിക ക്ലബ്ബ്. ആൾക്കാരുടെ ഓരോരുത്തരുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, 100% ജൈവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യസമേതം വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആളുകൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം കൂടെ ആൾക്കാർക്ക് ഈ കാർഷിക ക്ലബ്ബ് വഴിയായിട്ടുണ്ടാകും. അതുവഴിയായിട്ട് അവർക്ക് ലഭിക്കുന്ന വരുമാനം ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട്. കളപ്പുര ജോണിച്ചേട്ടന്, കിളിയമ്പറമ്പ് കുഞ്ഞുവൻ ചേട്ടന്, പിന്നെ നമ്മുടെ പുന്നക്കാത്തടൻ ജോയിച്ചേട്ടന്, തങ്കച്ചൻ പാറത്തറ, ഈ 4 പേര് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനോട് ചേർന്ന് സഹകരിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേക അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ് നമ്മുടെ ഇടവക്കാർക്ക് വേണ്ടി ഇങ്ങനെയൊരു സേവനം ചെയ്യുന്നത്.